കർക്കിടക മാസത്തിന് തുടക്കമായി. ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണശീലുകൾ മുഴങ്ങും. അക്ഷരവും അറിവും കവിതയുമെല്ലാം ഉൾക്കൊണ്ടതാണ് രാമായണം. ജാതി മത ലിംഗമന്യേ എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യാം. രാമായണത്തിൽ സയൻസ് ഉണ്ട്. പുഷ്പക വിമാനവും സേതുബന്ധനവും അതിന് ഉദാഹരണമായി പറയപ്പെടുന്നു. രാമായണത്തിലെ സയൻസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബി ബിന്ദു, വിമലഗിരി പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പളാണ്. CBSEയുടെ നാഷണൽ അവാർഡ് 2019 നേടിയ ഒരു വ്യക്തി കൂടെയാണ്. ഒട്ടനവധി അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും കുട്ടികൾക്കുമായി ക്ലാസ്സുകൾ നടത്തുന്നു. ഒരു കൗൺസിലർ കൂടിയാണ്. രാമായണത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. രാമായണം ഇന്നത്തെ കാലഘട്ടത്ത് ഇന്നത്തെ തലമുറയ്ക്ക് എങ്ങനെ അത് ഉൾക്കൊള്ളാനാകും, ഏതു വിധത്തിൽ വേണം നമ്മൾ രാമായണത്തിനെ കുട്ടികളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. എന്നിട്ട് രാവണൻ തട്ടിക്കൊണ്ടുപോയ സീത അവിടെ എത്തിയിട്ട് സീതയുടെ മനസ്സ് ധൈര്യമാണ്. ഹനുമാൻ അവിടെ എത്തിയപ്പോൾ വേണമെങ്കിൽ ഹനുമാന്റെ കൂടെ വരാമായിരുന്നു, എങ്കിൽ ഇങ്ങനെ ഒരു യുദ്ധം തന്നെ ഉണ്ടാകില്ലായിരുന്നു. പക്ഷെ അപ്പൊ സീത വളരെ ഉറച്ചു തന്നെ പറയുന്നത്, എന്നെ കൊണ്ടുവരാൻ ശ്രീരാമൻ ഇവിടേക്ക് വരണം, ഇവരെയെല്ലാം നിഗ്രഹിച്ച് ഇവരെല്ലാം വധിച്ചിട്ട് വേണം എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ എന്ന് പറയുമ്പോൾ സീത അത് പറയാനുള്ള ഒരു കാരണം ശ്രീരാമന്റെ ഒരു കഴിവ് തെളിയിക്കേണ്ട ഒരു സന്ദർഭമാണ് അത്. ശ്രീരാമനിൽ ഒരു വലിയ കഴിവ് ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് സീതയ്ക്ക് ശരിക്കും അറിയാലോ, ഭർത്താവിന്റെ കഴിവ്. അപ്പൊ ഇവിടെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന, ഓരോ സ്ത്രീയും, നമ്മൾ പറയില്ലേ ബിഹൈൻഡ് ദ സക്സസ് ഓഫ് എവരി മാൻ ദർ ഈസ് എ വുമൺ എന്ന് പറയുന്നത് വളരെ അർത്ഥവത്താവുന്നുണ്ട്. കാരണം ശ്രീരാമന്റെ ആ ഒരു അസാധാരണമായ എന്താ പറയാ ശക്തി തെളിയിക്കുന്ന ഒരു സന്ദർഭം സീത വെറുതെ പാഴാക്കുന്നില്ല. ഇവിടെ വന്ന് അതുപോലെ ശത്രുവിനെ നിഗ്രഹിക്കാൻ, ശത്രുവിനെ വധിക്കാനും ഒക്കെ സീതയാണ് അതിൽ ഉറച്ച തീരുമാനം, ഇവിടെ വന്ന് എന്നെ കൊണ്ടുപോകണം എന്ന് പറയുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോഴാണല്ലോ ആത്മാഹുതി. സീതയുടെ ചാരിത്ര്യത്തെ സംശയിക്കുന്ന ഒരു നിമിഷത്തില് സീത ശരിക്കും അഗ്നി പരീക്ഷയെ നേരിടുന്നുണ്ട്. അവിടെയും സീതയുടെ ധൈര്യമാണ്. അതിൽ കൂടെയും പുറത്തു വന്നു സീത. ഏത് അഗ്നി പരീക്ഷയും ഏത് ചലഞ്ചസും നേരിടാൻ കഴിയുന്ന ഒരു സ്ത്രീയുടെ മനസ്സ്, എത്രയെല്ലാം പതിവ്രതയായാലും അവൾ ഇന്നും പതിവ്രത എന്നുള്ള വാക്കിന് തന്നെ ഇന്ന് പ്രസക്തിയില്ല. കാരണം നമ്മൾ ദ്രൗപദിയെ പഞ്ചരത്ന ഒരു സ്ത്രീ ഒന്നായി കണക്കാക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തിലുള്ള ലോകമല്ല ഇന്ന്. പക്ഷെ എന്നിട്ടും സീത അവിടെയും അത് തെളിയിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സീതയുടെ ജീവിതത്തില് പിന്നെയും രാമന്റെ ഒരു സംശയം, അല്ലെങ്കിൽ മറ്റുള്ളവര് പറഞ്ഞത് രാമൻ അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി സീതയെ ഉപേക്ഷിക്കുന്ന നിമിഷം. അന്ന് പൂർണ്ണ ഗർഭിണിയാണ് സീത. ഇവിടെയാണ് നമ്മുടെ കുട്ടികളെല്ലാം ചോദ്യം ചെയ്യുന്നത്, ശ്രീരാമൻ എന്തുകൊണ്ട് സീതയെ ഉപേക്ഷിച്ചു എന്നുള്ളതല്ല. അപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മളത് മുഴുവനായി രാമായണം വായിച്ചെങ്കിൽ മാത്രമേ രാമായണത്തെ വിമർശിക്കാനും നമുക്ക് കഴിയുള്ളൂ. രാമായണം എന്താണെന്നും രാമൻ എന്താണെന്നും സീത ആരാണെന്നും എല്ലാം തിരിച്ചറിയണം, എല്ലാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പുതിയ തലമുറയ്ക്ക് ഇത് ചർച്ച ചെയ്യാനെങ്കിലും സാധിക്കുള്ളൂ. നമുക്ക് എത്ര വേണോ രാമായണത്തെ ചർച്ച ചെയ്യാം. ഓരോ തവണ ചർച്ച ചെയ്യുമ്പോഴും അതിന്റെ മനോഹരമായ നമ്മൾ ഇപ്പോഴും നമ്മൾ എന്തുകൊണ്ട് അത് റെലവെന്റ് ആകുന്നു എന്നുള്ളത് നമുക്ക് കൂടുതൽ കൂടുതൽ തെളിവായി വരികയാണ്. അപ്പൊ അങ്ങനെ പൂർണ്ണ ഗർഭിണിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോ അവിടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു അസാധാരണമായ ഒരു മനുഷ്യനുണ്ട് അവിടെ. അത് മറ്റാരുമല്ല, വാൽമീകിയാണ്. വാൽമീകിയെ നമുക്കറിയാം, കാട്ടാളൻ പരിവർത്തനം ചെയ്ത് വന്ന മഹർഷിയായ വ്യക്തിയാണ്. അപ്പൊ ആരുമില്ലാത്ത ഒരു സ്ത്രീക്ക് തുണയായത്, പല തിരക്കുകളും പല ജോലികളും ചെയ്യുന്നതിന്റെ ഇടയിലായിരുന്നു ഈ സന്യാസി ആയിട്ടുള്ള മഹർഷി ആയിട്ടുള്ള വാൽമീകി സീതയുടെ കരച്ചിൽ കേൾക്കുന്നത്, ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നത്. അപ്പൊ ആരുമില്ലാത്ത ഒരു സ്ത്രീയെ തുണയാകാൻ, അവൾക്ക് സപ്പോർട്ടാകാൻ അന്ന് വാൽമീകി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇന്നത്തെ ബോയ്സിനോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. എന്നും സപ്പോർട്ട് ചെയ്യുക. ജെൻഡർ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം. ഒരു പ്രത്യേക സന്ദർഭത്തിൽ
ഒരു സ്ത്രീക്ക് ആരുമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് അവളുടെ കൂടെ നിൽക്കാനുള്ള ഒരു ധൈര്യം പുരുഷൻ ഇന്ന് കാണിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം അങ്ങനെ ഒരു സന്ദർഭത്തിലായിരുന്നല്ലോ സീത. പിന്നീട് വാൽമീകിയുടെ ആശ്രമത്തിലായിരുന്നു സീത 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്. അപ്പോ സത്യത്തില് അയോധ്യാകാന്ഡം വരെ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യാറുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗം നമ്മൾ പൊതുവെ ചർച്ച ചെയ്യാറില്ല. രാമായണ വായന പോലും അവിടെ വെച്ച് അവസാനിപ്പിക്കും. കാരണം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കുറേയേറെ നമുക്കിതുപോലെ വിമർശിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. പക്ഷെ എന്തായാലും സീതാദേവിയുടെ അസാധാരണമായ മനഃശക്തിയും ശ്രീരാമനെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു സ്ത്രീ, ഭാര്യയുടെ കടമ, അതെല്ലാം നമുക്ക് സീതാദേവിയിലൂടെ അതിമനോഹരമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് വാൽമീകിയും എഴുത്തച്ഛ രാമായണം എല്ലാം. പിന്നീട് എന്നെ സ്വാധീനിച്ചിരിക്കുന്നതിലെ താരയാണ്. താര ഇതുപോലെ തന്നെ താര ഒരു അപൂർവമായി കാണുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. കാരണം ബാലീവധത്തിന് ശേഷം സുഗ്രീവനെ കല്യാണം കഴിക്കാൻ താര തീരുമാനിക്കുന്നത് സത്യത്തില് രാജ്യം സംരക്ഷിക്കണം എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം. അല്ലെങ്കിൽ അനുജനെ വിവാഹം കഴിക്കാൻ, ഭർത്താവിന്റെ അനുജനെയാണ് വിവാഹം കഴിക്കുന്നത്. പക്ഷെ അതിനു പോലും താര തയ്യാറാകുന്നുണ്ട്. തന്റെ സ്വന്തം ഭർത്താവിനെ കൊന്ന ഒരാളെ വിവാഹം കഴിക്കുന്നത് മകൻ അംഗദന് ഒരു ജീവിതത്തിൽ ഒരു ജീവന്റെ ഒരു ഭീഷണി ഒരിക്കലും ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു അമ്മയുടെ സ്നേഹം, കരുതല്, അത് നമുക്ക് താരയിലൂടെ കാണാൻ കഴിയും. പിന്നെ രാജ്യത്തോടുള്ള സ്നേഹം. അന്ന് രാജാവ് എപ്പോഴും രാജാവിന് ഒരു ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂർണ്ണമാകുകയുള്ളൂ അന്നത്തെ കാലഘട്ടത്തിൽ. അവിടെയും താര രാജ്യത്തിന് വേണ്ടിയും ആ ത്യാഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ മകനോടുള്ള സ്നേഹവും രാജ്യത്തിനോടുള്ള സ്നേഹവും താരയുടെ ആ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. കർക്കിടക മാസത്തിന് തുടക്കമായി. ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണശീലുകൾ മുഴങ്ങും. അക്ഷരവും അറിവും കവിതയുമെല്ലാം ഉൾക്കൊണ്ടതാണ് രാമായണം. ജാതി മത ലിംഗമന്യേ എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യാം. രാമായണത്തിൽ സയൻസ് ഉണ്ട്. പുഷ്പക വിമാനവും സേതുബന്ധനവും അതിന് ഉദാഹരണമായി പറയപ്പെടുന്നു. രാമായണത്തിലെ സയൻസ്